അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ ഇന്ന് രാത്രിയായിരിക്കാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വിളംബരത്തിന്, തിരുവചനത്തിനുള്ളൊരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഇവിടെ അവസരമൊരുക്കിയ മെരീത്ത ഗോസ്പൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവപ്രവൃത്തി അവരിലൂടെ ഈ യുഗാന്ത്യ സന്ദേശങ്ങൾ മുഴക്കത്തക്ക വിധം മേൽക്കുമേൽ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ സുവിശേഷ യോഗങ്ങൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീവൻ്റെ വചനം ഇങ്ങനെ പ്രദേശങ്ങളോട് വിളംബരം ചെയ്യുവാൻ തൻ്റെ മക്കളുടെ പ്രയത്നങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം മെരീത്ത ഗോസ്പൽ മിഷൻ്റെ പുറകിലുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെയും ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് ബോധ്യമുള്ള ഒരു സദസ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്ന ഒരു വൃദ്ധനായ അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററുടെ പ്രസംഗത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അനുഭവം ഒന്ന് പറയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്ത് WME സഭയുടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ചില വർഷങ്ങൾക്ക് പുറകിലാണ് പശ്ചാത്തലം. പെരുമഴ കോരി പെയ്യുകയാണ്. ഈ പ്രത്യേക സമയത്ത് ഒരു വീടിൻ്റെ അങ്കണത്തിലപ്പുറം വലിച്ചു കെട്ടിയ ഒരു നീലപ്പടതയുടെ അടിയിൽ കോരിച്ചൊരിയുന്ന മഴയുടെ അന്തരീക്ഷത്തിലാണ് സുവിശേഷ യോഗം. വനത്തിൽ നിന്ന് തടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ വനപാലകരും പോലീസ് ഉദ്യോഗസ്ഥരും എന്നെ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അടുത്തുള്ള CSI പള്ളിയുടെ സെമിത്തേരിയിൽ പണി തീർന്ന ഒരു സെല്ലിനകത്ത് മുകളിലത്തെ സ്ലാബ് കൈകൊണ്ട് വലിച്ചു മാറ്റി അതിനകത്തിറങ്ങി കൈകൊണ്ട് സ്ലാബ് തിരിച്ചെടുത്തിട്ട് ഞാൻ അതിനകത്തിരിക്കുക. അന്ന് രാത്രിയിൽ ക്രൂശിൻ്റെ വചനം എന്നോടിടപെട്ടു. ഞാൻ ആ കുഴിക്കകത്ത് മുട്ടുമടക്കി യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങി. എൻ്റെ കണ്ണുകൾ നനഞ്ഞൊഴുകി. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ഞാൻ രക്ഷാനിർണയം പ്രാപിച്ചു. അതേ തുടർന്ന് ഞാൻ ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ബന്ധപ്പെടുകയും അങ്ങനെ ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ചു വരുന്നു. അധികം താമസിക്കാതെ നിയമവിഷയങ്ങളിലെല്ലാം ഞാൻ വിടുവിക്കപ്പെട്ടു. മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിന്ന് സദസ്സിന് മധ്യത്തിൽ രക്ഷാനിർണയത്തിൻ്റെ സാക്ഷ്യം ദൈവം നമുക്ക് നൽകിയ അനുകൂല സാധ്യതയെ ഓർത്ത് ഇങ്ങനെ സ്തോത്രം ചെയ്താൽ പോരാ. ദൈവം അവരുടെ മേൽ പ്രത്യേക കരുത്തു പകരട്ടെ. കാഹളത്തിൻ്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങാൻ സമയം അടുത്തു നിൽക്കുന്ന ഈ യുഗസന്ധ്യയിൽ ജീവൻ്റെ വചനം പങ്കുവെക്കാൻ ഈ പ്രിയപ്പെട്ടവരെയും കരുത്തോടെ ഉപയോഗിപ്പാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും. ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ശബ്ദമുയർത്തി വചനത്തിനായി ദൈവത്തിന് മഹത്വമെന്ന് പറഞ്ഞാട്ടെ. പലരും ഭയപ്പെട്ട് വീടുകളിൽ മറഞ്ഞിരിക്കുമ്പോൾ ജീവൻ്റെ വചനവുമായി പരസ്യ സ്ഥലത്തെത്താൻ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കരങ്ങൾക്ക് ദൈവം കരുത്ത് പകർന്നത് ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ആ വചനം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ളൊരു പുസ്തകം ലോകത്തിനുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം മാറോടടുക്കി
വിളിക്കുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ടടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം നിന്റെ പാതയ്ക്ക് ദീപമായി വ്യാപരിച്ചുകൊണ്ടിരിക്കും. സമാധാനമായി എങ്ങനെ ജീവിക്കാമെന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്നൊരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം പ്രശസ്തമായി വരുന്നൊരു സാഹചര്യം. അന്ന് ആ തീവണ്ടിയുടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു മൂലയ്ക്ക് മാറി ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഒരു ശാസ്ത്രജ്ഞൻ, ഒരു യുവശാസ്ത്രജ്ഞൻ ആ ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അടുക്കലേക്ക് ചെന്നിട്ട് ഈ യുവശാസ്ത്രജ്ഞൻ ഈ വൃദ്ധനോട് ചോദിച്ചു, എന്താ വായിക്കുന്നേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ബൈബിളാണ് വായിക്കുന്നത്. ഏത് ഭാഗമാണ് വായിക്കുന്നേ? യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ഭാഗമാണ് വായിക്കുന്നത്. അടുത്തതായി യുവശാസ്ത്രജ്ഞൻ്റെ മറുപടി, താങ്കളെപ്പോലെ തലച്ചോറ് മതത്തിന് പണയം വെച്ചവരല്ലാതെ ആരെങ്കിലും ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുമോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചെന്നോ? ശാസ്ത്രീയ യുഗത്തിൽ ഇത് വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? ഇദ്ദേഹം തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. ശാന്തമായി തൻ്റെ കണ്ണുകൾ ആ വേദപുസ്തകത്തിൻ്റെ പേജുകളിലേക്ക് നട്ട് ധ്യാനപൂർവ്വം വായന തുടർന്നു. ഇടയിൽ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു, ഉത്തരവും ചോദ്യവുമൊക്കെ ഉയർന്നു. അങ്ങനെ യാത്രയ്ക്കിടയിൽ ഈ യുവശാസ്ത്രജ്ഞനെ ഇറങ്ങേണ്ട സമയമെടുത്തു. അപ്പോൾ അയാളെടുത്ത് എഴുന്നേറ്റിട്ട് തൻ്റെ വിസിറ്റിംഗ് കാർഡ് ഈ വൃദ്ധൻ്റെ നേരെ നീട്ടി. ആ വൃദ്ധൻ അത് വാങ്ങിച്ച് പോക്കറ്റിലേക്ക് വെച്ചിട്ട് തൻ്റെ വിസിറ്റിംഗ് കാർഡ് ഔപചാരികതയുടെ മറുപടിയായി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക്, യുവശാസ്ത്രജ്ഞൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അദ്ദേഹം ഈ വിസിറ്റിംഗ് കാർഡ് ഒന്ന് വാങ്ങിച്ച് ആ തലക്കെട്ടിലേക്ക് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ് ഇരുന്നു കൊണ്ട് കറുത്ത ബൈൻഡിട്ട ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നത്. തൻ്റെ ലജ്ജയോടുകൂടിയ പ്രവൃത്തിയിൽ ലജ്ജിച്ച് ഈ മനുഷ്യൻ തല കുമ്പിട്ട് എത്രയും വേഗം ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്ഥലം വിട്ടു. ഞാൻ പറയട്ടെ, ലോകത്തിലെ ചില ആളുകൾക്ക് ഇത് അവജ്ഞയായി തോന്നിയാലും ലോകത്തിലെ ഉന്നതന്മാർക്ക് മാറോട് അടുക്കി പിടിക്കുന്നത് അപമാനമല്ല, അഭിമാനമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു. ഇതിൻ്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രശസ്ത സുവിശേഷകനായി കർത്തൃസനിൽ ചേർക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം അനുഗ്രഹീതനായ ദൈവദാസൻ അത് ആശാരി ഉപദേശി. ഒരിക്കൽ അദ്ദേഹം അമേരിക്കയിൽ പ്രശസ്തമായ അത് എയർപോർട്ടിലേക്ക്, കെന്നഡി എയർപോർട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം തൻ്റെ ബ്രീഫ് കേസ് തുറന്ന് വേദപുസ്തകം എടുത്ത് അത് നേരെ തലയിലോട്ടങ്ങ് വെച്ചു. ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ സ്വീകരിക്കാൻ വന്ന് നിൽക്കുന്നവർ പറഞ്ഞു, സാറേ, ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കരുത്, അതീവ സുരക്ഷാ മേഖലയാണിത്. ഈ വിധത്തിലുള്ള കോമാളിത്തരം കാണിച്ചാൽ ആളുകൾ ചോദ്യം ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? എൻ്റെ കൂടെ ആശാരിപ്പണിക്ക് ഇറങ്ങിയ 100 കണക്കിന് ആളുകൾ പട്ടിക്കൂടിന് പട്ടികയടിച്ച് നാട്ടിൽ കഴിയുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത എന്നെ ഈ എയർപോർട്ടിൽ ഇറക്കിയത് എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ തലയിലിരിക്കുന്ന ജീവൻ്റെ വചനമാണ്. ഇതിരിക്കേണ്ടത് എൻ്റെ ബ്രീഫ് കേസിനകത്തല്ല, ഇതെൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കാൻ ദൈവം ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നാം ഒരു യുഗത്തിൻ്റെ അന്ത്യത്തിലേക്ക്, കാലത്തിൻ്റെ കടശി ദിവസങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അടുക്കുന്നു. ഞാനൊരു വസ്തുത എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഈ ആമുഖത്തിൽ തന്നെ അടിവരയിട്ട് പറയാം. ഉൽപ്രാപണത്തിന്, കർത്താവിൻ്റെ മടങ്ങി വരവിന് തൊട്ടു മുൻപ് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നവർ.
ഒരിക്കൽ കൂടെ ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഉൽപ്രാപണത്തിന് തൊട്ട് മുൻപ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് കാത്തിരിക്കാൻ കൊതിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. കാഹളത്തിൻ്റെ ഉരത്ത നാദം മുഴങ്ങാൻ സമയമായി, ലക്ഷണങ്ങൾ അതിലേക്ക് നീങ്ങുകയാണ്. സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ യുഗസന്ധിയിൽ നടക്കേണ്ട ചരിത്ര പ്രസിദ്ധമായൊരു മഹായുദ്ധത്തിൻ്റെ സൂചനയുണ്ട്. മനുഷ്യൻ യുദ്ധങ്ങളുടെ മേഖലയിൽ ഇടപെട്ട ചരിത്രമേ ഉള്ളൂ. കായീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധങ്ങളുണ്ട്. ചരിത്രത്തിൽ 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധവും 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധവും യുദ്ധക്കെടുതിയും സമരവിപത്തും മനുഷ്യൻ നേരിട്ട് കണ്ടു കഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 550 ലക്ഷം പേർ, 5 കോടി പേരെ ഈ ഭൂമിയിൽ നിന്ന് കാലപുരിക്ക് അയച്ചു. ഓർക്കുക, 5.5 കോടി പേരെ കൊന്നുമുടിച്ച രണ്ടാം ലോക മഹായുദ്ധം കൊണ്ടും മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കഴിഞ്ഞയിടെ ഒരു മാധ്യമത്തിലൊരു ചോദ്യം ഉയർന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളിഞ്ഞ നാരിങ്ങത്തോട് പോലെയുള്ള പച്ചപ്പട്ട് വിരിച്ച ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ക്രൂരതയുള്ള ജന്തു ഏതാണ്? സ്തോത്രം. സാഹചര്യങ്ങളുടെ പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ട് നമുക്കും പ്രതികരിക്കാം. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ക്രൂരതയുള്ള ഒരു മൃഗത്തിൻ്റെ പേര് ഞാൻ പറയാൻ പോകുകയാണ്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തു. അതാണ് ഏറ്റവും ക്രൂരതയുള്ള മൃഗം. കൂട്ടിൽ കിടക്കുന്ന പട്ടിയും തൊഴുത്തിൽ നിൽക്കുന്ന പശുവും ഇണയോടെങ്കിലും സ്നേഹം കാട്ടും. എന്നാൽ ജീവിത പങ്കാളിയെ ഉൾപ്പെടെ മനുഷ്യനെ കൂട്ടക്കുരുതി ചെയ്താലും മനസാക്ഷിക്ക് കുറ്റബോധമില്ലാത്ത വിധത്തിൽ മനുഷ്യകുലം യുദ്ധക്കൊതിയിൽ ഉയരുമ്പോൾ അടുത്ത യുദ്ധത്തിൻ്റെ സാധ്യതയിൽ ശാക്തിക ചേരികൾ ആരായിരിക്കും? ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ വരുന്ന പ്രധാന രാജ്യം റഷ്യ ആയിരിക്കും. ആ റഷ്യ യുദ്ധത്തിന് മുന്നണിയിൽ വരുമ്പോൾ യുദ്ധത്തിൻ്റെ പ്രധാന മേഖല മധ്യപൂർവ്വ പ്രദേശമായിരിക്കും. ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയായിരിക്കും? ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്ക് എന്തായിരിക്കും? ആ യുദ്ധത്തിൽ മധ്യപൗരസ്ത്യ രാജ്യങ്ങൾ ഏതൊക്കെ ചേരികളിലെത്തും? ആ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം 26 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഉത്തരമെഴുതിയൊരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഞാനത് പ്രസംഗിക്കാൻ വരികയല്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, അധിക നാളുകൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുകയില്ല. സമയം അതിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഞാനിന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവാലോചന ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകിയ നിയോഗം ഇതാണ്. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയിൻ കാലങ്ങളെ വിവേചിക്കുക. ഇന്ന് രാത്രിയിലത്തെ ആലോചനയ്ക്ക് തലക്കെട്ടായി ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുന്നു. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. നമുക്ക് വേദപുസ്തകം തുറക്കാം, പ്രാർത്ഥനാപൂർവം ബൈബിളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു വിലപ്പെട്ട വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ ക്ഷണിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ വായിച്ചാൽ. ലൂക്കോസ് 13-ന്റെ 6 മുതൽ 9 വരെ. ഇത്ര സമയം എടുക്കുമോ? ഇല്ല. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ന് പറഞ്ഞു.
അതിന് അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. ആ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ മുൻപിലിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളും ഈ വേദിയിലിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരും ഒന്നിച്ച കരങ്ങൾ ഉയർത്തി ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ രാത്രി ആത്മാവിൽ വിശ്വസിക്കുന്നു. ആത്മഭാരമാണ് ഇത്രയും പ്രതികൂലത്തിന് നടുവിൽ ഈ യോഗം സംഘടിപ്പിക്കാൻ ഈ ഗോസ്പൽ ടീമിനെ പ്രേരിപ്പിച്ചതെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഉരുക്കുണ്ട പോലെ ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ ശക്തികളുടെ കവാടങ്ങളെ തകർക്കുന്ന രാത്രി ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ജീവന്റെ വചനം ചില പ്രിയപ്പെട്ടവരെ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ ഈ പ്രകൃതിയിൽ വ്യാപരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്നരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ ജീവന്റെ വചനത്താൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ കുറിക്കപ്പെടട്ടെ. ഈ ദേശത്തിന്മേൽ ദൈവപ്രവൃത്തി സംഭവിക്കേണ്ടതിന് ഈ രാത്രിയിൽ ഞങ്ങൾ ഈ പ്രദേശത്തെ ദൈവകരങ്ങളിൽ കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ക്ഷണിക്കുക. ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ വിഷയം എന്തായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉയരണം. ചോദ്യം മനസ്സിനകത്തത് പതിക്കണം. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കൊരു ഏകാഗ്രതയുണ്ട്. ഇതുപോലെ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനാപൂർവ്വം ഈ കാര്യം ഏകാഗ്രമായി ശ്രദ്ധിക്കുക. ഒരു ബഹള പ്രസംഗത്തെക്കാൾ, ഒരു തെറുതി പ്രസംഗത്തെക്കാൾ ഈ വിഷയം ശാന്തമായി മനസ്സിലേക്കൊന്ന് പതിക്കുവാനായിട്ട് ദൈവം കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സദസ്സിന് മുൻപിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? അതിന് 12-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പശ്ചാത്തല വിവരണം നൽകുന്നുണ്ട്. എന്താണ് ആ പശ്ചാത്തല വിവരണം? പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. തെക്കൻ കാറ്റൂതുന്നത് കണ്ടാൽ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. വായിച്ചാട്ടെ 12-ന്റെ 54-ാമത്തെ വാക്യം. ആ വാക്യം മുതൽ ഈ വേദഭാഗങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കണം. വായിച്ചാട്ടെ 12-ന്റെ 54. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ശ്രദ്ധിക്കണേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സദസ്സിന്റെ മുൻപിൽ ഒരു സാഹചര്യം അവതരിപ്പിക്കുകയാണ്. കാലാവസ്ഥയെക്കുറിച്ച് ഏതാണ്ട് ബോധ്യമുള്ള നല്ലൊരു കർഷക സമൂഹമാണ് അവർ കൂടി വന്നിരിക്കുന്നത്. ആ കർഷക സമൂഹത്തിനൊരു കാര്യം അറിയാം. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങിയാൽ പെരുമഴ വരും. കാരണം പലസ്തീൻ നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ സമുദ്രമാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് മേഘം ഉയർന്നാൽ, മേഘപ്പാളികൾ ഉയരുന്നത് കണ്ടാൽ പെരുമഴ നമുക്ക് പ്രതീക്ഷിക്കാം. തെക്കൻ കാറ്റൂതുന്നത് കണ്ടാൽ അത്യുഷ്ണം തൊട്ട് പുറകെയുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാറ്റിയാൽ ചൂടാണോ തണുപ്പാണോ എന്താണ് മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നതെന്ന് പ്രവചിച്ചു പറയാൻ കഴിയും. പക്ഷേ ഒരപകടം ഇവർക്ക് സംഭവിച്ചിരിക്കുന്നു. എന്താണ് അപകടം? കാലാവസ്ഥയെ വിവേചിക്കുന്ന ഇവർക്ക് കാലത്തെ വിവേചിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. കാരണം അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല.
ഏദന്റെ കവാടത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പ്രവചിച്ചതു മുതൽ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ മറിയയുടെ ഉദരം വഴി മനുഷ്യവർഗത്തെ സന്ദർശിക്കാൻ മഹാദൈവത്തിന്റെ ഓമനപുത്രൻ കാലൂന്നി നിൽക്കുന്ന കാഴ്ച നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച തലമുറ നേരിൽ കണ്ടത് സ്വർഗം ഭൂമിയെ തൊട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. സ്തോത്രം. പക്ഷേ ആ കാഴ്ചയിൽ കാലാവസ്ഥയെ വിവേചിച്ച ഇവർക്ക് വചനം വെച്ച് ആ കാലഘട്ടത്തെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു വസ്തുത പറയാം. ഒന്നാമത്തെ കർത്താവിൻ്റെ വരവിങ്കൽ അവനെ വിവേചിച്ച് ഗ്രഹിക്കാൻ യഹൂദ സമുദായത്തിന് പറ്റിയ പതനം അവർക്ക് തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കേണ്ട ഗതികേടിലെത്തി. എങ്കിൽ രണ്ടാമത് ആർക്കു വേണ്ടി അവൻ മേഘങ്ങളിൽ വരുന്നു, ആ വരവിനെ കാലഘട്ടം കൊണ്ട് വിവേചിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിശുദ്ധ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ കാലത്തെ വിവേചിക്കാൻ നമ്മുടെ കണ്ണ് തുറക്കണം. എത്തി നിൽക്കുന്ന കാലം ഗുരുതരമായ പ്രതിസന്ധിയുടെ കാലമാണ്. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ സ്തോത്രം ഏദൻ പർദീസ ഉണ്ടായിട്ട് ഒറ്റയാഴ്ചയായിട്ടുള്ളൂ, സഹസ്രാബ്ദ വാഴ്ച വരെ ഇനി മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്, അതുകൊണ്ട് കാര്യമൊന്നും ആയിട്ടില്ലെന്നുള്ള മട്ടില. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴടുത്ത കാലത്തെങ്ങും ഇവിടുന്നെങ്ങും പോകുകയാണെന്നുള്ള മട്ടില ചിലരുടെ ഇരിപ്പ്. സ്തോത്രം. ഇടത്തിരിക്കുന്ന ആളും പോക്കാം, വലത്തിരിക്കുന്ന ആളും പോക്കാം, മുൻപിലിരിക്കുന്ന കൊച്ചും പോക്കാം, പുറകിലിരിക്കുന്ന കൊച്ചമ്മയും പോക്കാം, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. പണ്ടൊരിക്കൽ സ്തോത്രം ഒരു അപ്പച്ചൻ കൊച്ചുമോള് വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ വാങ്ങിച്ചു കുടിച്ച കരഞ്ഞു. എന്നെ അപ്പച്ച കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടീ കൊച്ചേ, നിന്റെ അമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്നു, അവള് പോയി. സ്തോത്രം. അതിൻ്റെ വല്യമ്മയുടെ കാര്യം പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വെള്ളം തന്നു, അവളും പോയി. ഇനി നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ളവൻ ആരാടി വെള്ളം തരുന്നെന്നോർത്ത് അങ്ങ് വിഷമം കൊണ്ട് അപ്പൂപ്പൻ കരഞ്ഞു പോയതാ. കണ്ടോ, അടുത്ത കാലത്തെങ്ങും ഇവിടുന്ന് പോകുമെന്ന് ഈ പാർട്ടിക്ക് ഉദ്ദേശമില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാലവും കൂടെ ജീവിക്കാൻ കിട്ടിയാൽ നമുക്ക് എത്ര കാലം ജീവിക്കാൻ കിട്ടും? പറയാം. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജ്യാദികൾ അണിഞ്ഞുകൊണ്ട് പഴംതുണിക്കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നിതാദ്യം. അതാണ് ഒന്നാമത്തെ രംഗം. കഴിഞ്ഞവരാണല്ലോ മിക്കവാറും കൂടി വന്നിരിക്കുന്നത്. പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടി ആടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പൈതൽ. അതാണ് രണ്ടാമത്തെ ഘട്ടം. മിക്കവാറും എല്ലാവർക്കും കഴിഞ്ഞല്ലോ. സ്തോത്രം. പാവാട ജാക്കറ്റ് പട്ടു സാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ പെങ്കോന്തനേവൻ പുറകെ വണ്ണം കാണുവാൻ ബൃഹത്താന്ത വിശേഷവേഷം. കല്യാണം കഴിഞ്ഞിറങ്ങുന്ന സമയം അതും മിക്കവാറും ഒക്കെ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ട് ശരീരപ്രകൃതിയൊക്കെ കണ്ടിട്ട് മിക്കവാറും എല്ലാം കഴിഞ്ഞ ലക്ഷണമാണല്ലോ. സ്തോത്രം. കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ട് കേട്ടോ, പൊടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം. കുടുംബകലഹം ബഹുവിശേഷം. കല്യാണം കഴിക്കുക, കല്യാണം കഴിപ്പിക്കുക, പിള്ളേരുടെ വീട്ടിൽ സെറ്റിൽമെന്റ് 2, 3, 4 ഒക്കെ ഉള്ളതിനൊക്കെ അല്പം വസ്തുവൊക്കെ വാങ്ങിച്ചൊരു സെറ്റിൽമെന്റ് ചെയ്യാൻ മാതാപിതാക്കൾ കരയുന്നൊരു കാലമുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ മുഖഭാവം കണ്ടിട്ട് പറയുന്നു, പാസ്റ്ററെ ഇന്ന് പകലും അത് കഴിഞ്ഞേച്ചായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ ലക്ഷണത്തിന്റെ ഒരു ഘട്ടം. അതുകൂടെ കഴിഞ്ഞാൽ അടുത്ത രംഗം എന്തെന്നറിയാമോ? കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത തൻ മക്കൾ തിരുമ്മിടുന്നു. കാർപ്പാസ ബീജാതി ബലാസുഗന്ധം, ആയുർവേദ മരുന്ന് അച്ഛന് കുഴച്ചങ്ങോട്ട് കൊടുക്കുക. സ്തോത്രം. മരപ്പ്, പെരുപ്പ്, തരിപ്പ്, ഇരിപ്പ്, ഈ ഒരു പ്രത്യേക ഘട്ടം. അതാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം. ഇനി ഒരു ഘട്ടമുണ്ട്. എത്ര ഘട്ടമുണ്ടെന്നറിയാമോ? വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇഷ്ടം സമസ്തം നരനാടകാംഗം തീർന്നു പോയി. നേരെ വെന്റിലേറ്ററിലേക്ക്, അവിടെ നിന്ന് നേരെ മോർച്ചറിയിലേക്ക്, അവിടെ നിന്ന് നേരെ സെമിറ്ററിയിലേക്ക്. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. എന്നാൽ കണ്ണടയുന്നതിന് മുൻപ് കർത്താവിനെ സ്വന്തമാക്കാൻ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കാലത്തെ വിവേചിക്കണം. എന്താ ഈ കാലത്തെ വിവേചിക്കേണ്ടത്? ഈ പശ്ചാത്തലം വിവേചിക്കുന്ന ദൈവമക്കൾക്ക് വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിന്റെ മുൻപിൽ രോഗിയിരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. ഈ കാലത്തെ വിവേചിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയും, ഞാൻ തന്നെ എൻ്റെ കർത്താവിൻ്റെ വരവ് കാണും. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CV രാമൻ നിങ്ങൾക്കറിയാം, ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരിക്കൽ വടക്കേ ഇന്ത്യയിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സമയം അദ്ദേഹം ചാടിക്കേറി ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു. റെയിൽവേ ഗാർഡ് ഓടി വന്നു. എന്തിനാ ചങ്ങല വലിച്ചത്? അദ്ദേഹം പറഞ്ഞു, തൊട്ടു മുൻപിൽ ട്രെയിനിൻ്റെ പാളം തകർത്തിട്ടിരിക്കുന്നു,
സംശയമുണ്ട്. പെട്ടെന്ന് റെയിൽവേ ഗാർഡ് പരിശോധന നടത്തി. നോക്കിയപ്പോൾ ചില മീറ്ററുകൾക്കപ്പുറത്ത് റെയിൽവേ പാളം വിപ്ലവകാരികൾ, ഭീകരപ്രവർത്തകർ തകർത്തിട്ടിരിക്കുക. തിരിച്ചു വന്നവർ ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, ട്രെയിൻ പാളത്തിലോടുമ്പോൾ ചുക് 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 എന്ന ആ താളാത്മകമായ ശബ്ദത്തിൻ്റെ പുറകിൽ പാളത്തിൻ്റെ ഒരു കൃത്യതയുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ശബ്ദത്തിൻ്റെ താളം മാറിയാൽ ട്രെയിനിൻ്റെ പാളം മുറിഞ്ഞിരിക്കും എന്നുറപ്പാണ്. അതിൽ നിന്ന് ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് വരാൻ പോകുന്നതെന്ന്. CV രാമൻ്റെ കഥ പറയാനല്ല ഞാൻ വന്നത്. കൊറോണയും മഹായുദ്ധങ്ങളും കൺമുൻപിൽ കാണുന്ന ദൈവമക്കൾക്ക് ഉറങ്ങാൻ സമയമായിട്ടില്ല. പശ്ചാത്തലം മനസ്സിലാക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഇതാ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നെങ്കിൽ, മഹായുദ്ധത്തിൻ്റെ ശംഖുനാദം ചെവിയിൽ മുഴങ്ങുമ്പോൾ എൻ്റെ നാഥൻ്റെ പ്രത്യാഗമനം അടുത്തു കഴിഞ്ഞു. ഈ തലമുറയിൽ കർത്താവ് മടങ്ങി വരും. സംഭവങ്ങൾ അതിലേക്ക് അതിവേഗം പാഞ്ഞെടുക്കുകയാണ്. ഈ അലസ സമൂഹത്തിന് മുൻപിൽ കർത്താവ് അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപമയാണ് നമ്മുടെ വായനയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലം. നിങ്ങൾ ശ്രദ്ധിക്കണേ. കർത്താവിൻ്റെ അടുക്കൽ ഈ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, കർത്താവേ, ഗലീലക്കാരുടെ ചോര പീലാത്തോസ് ദേവാലയത്തിലെ യാഗപീഠത്തിൽ കലർത്തി. ഇതൊരു ചരിത്ര സംഭവമാണ് എന്ന് പറഞ്ഞാൽ, പീലാത്തോസിൻ്റെ പ്രവർത്തനങ്ങൾക്കും റോമൻ ഭരണകൂടത്തിനുമെതിരെ ഗലീലക്കാർ വിപ്ലവം സംഘടിപ്പിച്ചു. ആ വിപ്ലവത്തിൻ്റെ മുൻപിൽ പീലാത്തോസ് വിപ്ലവം അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും കാര്യമായി നടന്നില്ല. ഒടുവിൽ പെട്ടെന്ന് തന്നെ സൈന്യത്തെ നിയോഗിച്ച് ഇവരെ വെട്ടിക്കൊന്ന് അതേ യാഗപീഠത്തിൽ കയറ്റിയിട്ട് ഇവരുടെ ബോഡി കത്തിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ദുരന്ത വാർത്ത ചെവിയിലെത്തിയപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറ്റുള്ളവരെക്കാൾ അവർ അശുദ്ധരായതുകൊണ്ടും നിങ്ങൾ വിശുദ്ധരായതുകൊണ്ടുമാണ് നിങ്ങൾ രക്ഷപ്പെടുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തതെന്ന്? ഞാൻ ചോദിക്കട്ടെ, കൊറോണ എത്ര ലക്ഷത്തിന്റെ ജീവനെടുത്തു? മരണവുമായി മല്ലടിച്ച് മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി എത്രയോ ആയിരങ്ങൾ. നമ്മുടെ വീടിൻ്റെ അടുക്കൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും നമ്മുടെ ഉറ്റവരും ഉടയവരും പലരും അന്ത്യയാത്ര പോയില്ലേ? എന്നിട്ട് നീ രക്ഷപ്പെടുകയും അവർ ശവമടക്കി ഏറ്റുവാങ്ങുകയും പലരെയും കത്തിച്ച് ചാമ്പലാക്കി പൊടി മാത്രം കുഴിയിലടക്കുകയും ചെയ്തത് അവരുടെ അശുദ്ധിയുടെ കൂടുതൽ കൊണ്ടും നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്ന് വിചാരിക്കരുത്. അവർക്ക് മാനസാന്തരത്തിന് ദൈവം അവസരം അനുവദിച്ചില്ല. നിനക്കൊരിക്കൽ കൂടെ കരയാൻ ദൈവം സമയം വന്നിരിക്കുകയാണ്. മറ്റൊരാൾക്ക് സംഭവിച്ച ദുരന്തം അവരുടെ പാപത്തിന്റെ കൂടുതൽ കൊണ്ടും നീ രക്ഷപ്പെട്ടത് നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണെന്ന് വിചാരിക്കരുത്. ദൈവം കരുണ അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി തകർന്ന് പറയണം, എനിക്ക് അനുവദിക്കപ്പെട്ട കരുണയുടെ ദിവസമാണ് 2022 ഫെബ്രുവരി മാസം 27-ാം തീയതി. അടുത്ത മറ്റൊരു വാർത്ത ഇതാണ്. ശീലോഹാം കുളം ചരിത്ര പ്രസിദ്ധമാണ്. ആ കുളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജലപാത യെരൂശലേമിലേക്കുണ്ട്. അവിടെ ഒരു ആർച്ച് പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്നൊരു രാജകീയ ഉദ്യാനം കൂടെ സെറ്റ് ചെയ്യുകയാണ്. ഈ ആർച്ച് പണി, മനോഹരമായൊരു ആർച്ച് പണി, ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമായി തങ്കക്കുടക്കെട്ടിട സമാനം പണതുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അബദ്ധം സംഭവിച്ചു. ഈ മതിൽക്കെട്ട് അഥവാ ഈ ആർച്ച് ഇടിഞ്ഞു വീണു. അതിൽ 18 പേർ മരിച്ചു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, അല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ പാർക്കുന്ന സകലരേക്കാൾ ആ കൊല്ലപ്പെട്ടവർ പാപികളാണെന്ന്? അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. വരാൻ തുടങ്ങുന്ന ദുരന്തത്തെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ദൈവാത്മാവ് ദൂത് പറയുന്നു, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഇതിനേക്കാൾ വലിയ അനർത്ഥം തൊട്ടുപുറകിൽ വരുന്നുണ്ട്. ഇത് കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു വിളിച്ചു പറയട്ടെ, 2018 ഈ ഫെബ്രുവരി മാസത്തിന്റെ 27-ാം തീയതി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയുടെ ഗുരുതരാവസ്ഥകൾ അല്പം കുറഞ്ഞതുകൊണ്ട് എല്ലാം മാറിയെന്ന് വിചാരിക്കരുത്. ഇതിലും വലുത് തൊട്ടുപുറകെ വരുന്നുണ്ട്. എൻ്റെ ദൈവം അനുവദിച്ച ഇടവേളയിൽ പ്രാർത്ഥനയ്ക്ക് സമയമെടുത്ത് കർത്തൃസന്നിധിയിൽ കവിണ് വീഴാൻ ഒരുങ്ങട്ടെ. ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം മാനസ
യുഗാന്തരത്തിലുള്ള കരുണയുടെ കാലങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, ഗോവയെ കടന്ന്, കർണാടകയെ കടന്ന് ആലപ്പുഴ തീരം വരെ എത്തി. അവിടുന്ന് ഇടുക്കി മൈനാവ് മേഖല പ്രഭവ കേന്ദ്രമായി മാറി. അവിടുന്ന് അത് മുല്ലപ്പെരിയാർ മേഖലയിലെത്തി. ഭൂഗർഭ സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ വിദേശത്ത് നിന്ന് കടന്നു വന്ന ആളുകൾ സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ എടുത്ത റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ പറയുന്നു, ഇനിയും ആ മേഖലയിൽ ഭൂകമ്പങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിത്തകർന്നാൽ 40 മൈൽ ചുറ്റളവിലുള്ള സകലത്തെയും അടിച്ചു തകർത്തൊരു സംഹാര രുദ്രയെ പോലെ അത് കുതിച്ച് താഴേക്കിറങ്ങിയാൽ, ഇടുക്കി ചെറുതോണി കൂടെ തകർന്നാൽ, കൊച്ചി എയർപോർട്ടിൽ 10 അടി കനത്തിൽ ചെളി നിറയത്തക്ക വിധം 50 ലക്ഷത്തോളം ആളുകൾ ഒരു ഓടിപ്പോക്ക് പോലും കഴിയാതെ ഈ മണ്ണിനോട് വിട പറയും. എന്നാൽ ഞാൻ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ കാലാവസ്ഥയെ തകിടം മറിക്കാൻ അനുവദിക്കാത്ത ദൈവകരം ചരിത്രത്തിൻ്റെ പുറകിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വിളിച്ചു പറയട്ടെ, നമുക്ക് വിചാരിക്കരുത് ഇനിയും അപകടം ഒഴിഞ്ഞു പോയി എന്ന്. ഇല്ല, കാര്യങ്ങൾ തീർത്തിട്ടില്ല. ഇതിനേക്കാൾ വലിയ ദുരന്തം തൊട്ടുപുറകിൽ വരുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവം അനുവദിച്ച സമയത്ത് കർത്തൃസന്നിധിയിൽ കവിണ് വീഴാൻ അവസരമുണ്ടായ ജീവിതത്തിന്റെ ഭാഗ്യമാണ് ഇത്. ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളാണ്. കരമുയർത്തി സ്തോത്രം പറയാൻ കഴിയുമോ? ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ആ ഉപമ ഇതാണ്. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിതിൽ 3 സംവത്സരമായി ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല, വെട്ടിക്കളക, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കുന്നു? തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഞാനിതിനെ കിളച്ചു വളമിടുവോളം 1 ആണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. നിങ്ങളിന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആ അത്തിയിലേക്കൊന്ന് കണ്ണോടിക്കണം. ഞാൻ 7 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് ഈ യോഗം ഇപ്പോൾ ക്ലോസ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, അത്തിയുടെ സ്ഥാനം അല്ലെങ്കിൽ അത്തിയുടെ പദവി. രണ്ടാമത്തെ കാര്യം, ഈ അത്തിയുടെ പൊസിഷൻ, നിൽക്കുന്ന സ്ഥാനം. മൂന്നാമത്തെ കാര്യം, ഈ അത്തിയുടെ ഉടമസ്ഥത. നാലാമത്തെ കാര്യം, ഈ അത്തിയുടെ ഉത്തരവാദിത്വം. അഞ്ചാമത്തെ കാര്യം, ഈ അത്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. ആറാമത്തെ കാര്യം, ഈ അത്തിക്ക് ദൈവം അനുവദിച്ച ആയുസ്സിൻ്റെ അതിർത്തി. ഏഴാമത്തെ കാര്യം, കിളച്ച് വളമിട്ടിട്ടുള്ള കാത്തിരിപ്പ്. ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇത് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇന്ന് രാത്രി പതിയപ്പെടണം. ഒന്നാമത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ അത്തിയുടെ പദവി. ഇത് ഒഴുകിക്കയറി വന്നതല്ല. ഇത് പ്രളയ സമയത്ത് വന്ന് ആറ്റുതീരത്തടിഞ്ഞു വളർന്നതല്ല. ഇത് ഒരു ഉടമസ്ഥൻ തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിന് നടുക്ക് പദവി കൊടുത്ത് നട്ടതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ മേൽ പകർന്ന പദവിക്കായി ഞാൻ നന്ദി പറയുന്നു എന്ന്? പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഇതിനകത്തിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിനെതിരെ, നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ ഇരുട്ടിൻ്റെ ശക്തികൾ പോരാടിയ ഇന്നലകളുടെ പശ്ചാത്തലത്തിന് നടുവിൽ അവറ്റകളെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് 2022 ഫെബ്രുവരി മാസം വരെ നിന്റെ ജീവനെ പിടിച്ചു നിർത്തിയത് നിന്റെ കഴിവ്
കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന പദവി കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നവർക്ക്, ഇടത്തിരിക്കുന്നവർ സ്തോത്രം ചെയ്തില്ലെങ്കിലും വലത്തിരിക്കുന്നവർ സ്തോത്രം ചെയ്തില്ലെങ്കിലും മുൻപിലും പുറകിലും ഇരിക്കുന്നവർ മൗനം പുലർത്തിയാലും ആത്മാവിൽ പറയണം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന, എൻ്റെ വഴികളൊക്കെയും മനസ്സിലായിരിക്കുന്ന, ഒരു വാക്കുപോലും അവിടുന്ന് അറിയാതെ എൻ്റെ നാവിന്മേൽ ഇല്ലാത്ത, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നെയ്ത്തുകാരൻ കൊട്ടമെടയുന്നത് പോലെ എന്നെ നെയ്ത, ഓ ദൈവത്തിന് സ്തോത്രം, ഉപജീവനത്തിൻ്റെ വഴികളൊക്കെ ഞാൻ കാണുന്നതിന് മുൻപ് ഞാൻ എവിടെ ജനിക്കണം, എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എൻ്റെ വരുമാന മാർഗം എന്താകണം, എൻ്റെ ജീവിത പങ്കാളി ആരാകണം, എൻ്റെ മാതാപിതാക്കൾ ആരാകണം, എൻ്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും എൻ്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കും ഇടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയുടെ സകല വസ്തുതകളും നേരത്തെ കരുതി വെച്ചതിന് ശേഷം എനിക്ക് തടമെടുത്ത് വളർത്തിയ ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ കരമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വെച്ച പദ്ധതികളെ തകർത്ത് ഇന്ന് രാത്രി എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി തകർച്ചയുടെ വാരിക്കുഴികൾ ഒരുക്കി വെച്ച് കഴുകുമരം തയ്യാറാക്കി ഡേറ്റും നിശ്ചയിച്ച് നിന്റെ ജീവന് നേരെ കരുക്കൾ കരുതി കൂട്ടി നീക്കിയ പദ്ധതികളെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ട് ഇന്നലകളിൽ ദൈവം നിന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് ഇന്ന് വരെ കൊണ്ടുവന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം പകർന്ന കൃപ കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ തടമെടുത്തു നട്ടതാണ്. തടമെടുത്ത് നട്ടതാണെങ്കിൽ ഇത് ഔദാര്യത്തിൽ വളർന്നതല്ല, ഉത്തരവാദിത്വത്തിൽ വളർന്നതാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ചോദിക്കട്ടെ, തകർന്ന അനേക ദിവസങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ച വഴികൾ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ജീവനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ കൊറോണയുടെ ആധിപത്യം നിന്റെ ആയുസ്സിനെ മുറിച്ചു കളയാൻ പോരാടിയപ്പോൾ നിന്റെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ കരം നിന്റെ ജീവനെ പിടിച്ചു നിർത്തിയത് നിന്റെ കരുത്തുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിലിരുന്ന് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല. എൻ്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു മന്ത്രവാദത്തിന്റെ ബന്ധനങ്ങൾക്കും ഒരു ക്ഷുദ്ര പ്രയോഗത്തിന്റെ ആധിപത്യങ്ങൾക്കും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും ഒരു മരണദൂതന്റെ മണിനാദത്തിനും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ജീവന്റെ പുറകിൽ ചലിച്ച ദൈവത്തിന്റെ കരം അമാനുഷികമാണ് എന്ന് മാത്രമല്ല, എനിക്ക് തടമുണ്ടാക്കി നട്ട ആ പൊസിഷനിൽ ദൈവിക സുരക്ഷിതത്വത്തിനകത്താണ് അവിടുന്ന് തന്നെ നട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, നിനക്കെതിരെ ഒരുക്കി വെച്ച സാത്താന്റെ പദ്ധതികളെ തകർത്ത് ദൈവം നിന്റെ വിലാപത്തെ നൃത്തമാക്കിയ രംഗങ്ങൾ ഇന്ന് രാത്രി ഓർത്താൽ കസേരയിൽ ഒരു കാഴ്ചക്കാരിയെ പോലെ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകാൻ കഴിയുകയില്ലല്ലോ. ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അലറി ഇരമ്പുന്ന ചെങ്കടലിന് മുൻപിൽ ഒരു കാട്ടുവടി കൊണ്ട് അതിനെ രണ്ടായി മുറിച്ചപ്പോൾ ഇങ്ങേ കരയിലെ വിലാപം അങ്ങേ കരയിൽ എൻ്റെ ദൈവം നൃത്തമാക്കി മാറ്റിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഓ ദൈവത്തിന് സ്തോത്രം. ഞാനങ്ങനെ പെട്ടകത്തിൽ നൈൽ നദിയിലേക്ക് ഒരു മകനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ മോശയുടെ മാതാപിതാക്കൾക്ക് നിലവിളിയായിരുന്നെങ്കിൽ, അടുത്ത ദിവസം ദൈവത്തിന് സ്തോത്രം പ്രതിമാസം കൊട്ടാരത്തിൽ നിന്ന് വേതനം വരെ കൊടുക്കത്തക്ക വിധം എൻ്റെ ദൈവം വിലാപത്തെ നൃത്തമാക്കി മാറ്റിയെങ്കിൽ, ഇന്നലകളിൽ നീ അനുഭവിച്ച പ്രതികൂലങ്ങളിൽ ചിലതിനെ ഉടച്ചു മാറ്റിയിട്ട് ഇന്ന് രാത്രി കർത്തൃസന്നിധിയിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സാധാരണ തലത്തിലല്ല. എൻ്റെ ദൈവം വിലാപത്തെ നൃത്തമാക്കി മറക്കരുത്. എൻ്റെ ദൈവം തടമെടുത്തു നട്ടതാണ്. അവൻ തടമെടുത്തു നട്ടതാണ്. സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, റാന്നിയിൽ എട്ടിയപ്പാറയിലുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി ഞാൻ ഏതാണ്ട് 1/4 നൂറ്റാണ്ടായി തുടരുകയാണ്. 25 വർഷം കഴിഞ്ഞു ആ സ്ഥലം സഭയുടെ ശുശ്രൂഷയിൽ. അനുഗ്രഹിക്കപ്പെട്ടൊരു പറ്റും ദൈവമക്കൾ ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ച് 10-32 സഭകളുള്ള ഡിസ്ട്രിക്റ്റുമൊക്കെ സ്നേഹത്തോടെ കൈകോർത്ത് പോകുന്നൊരു സമൂഹം. എന്നാൽ ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ 60ാമത്തെ രാത്രിയാണെന്ന് എൻ്റെ ഓർമ്മ, കൺവെൻഷനിൽ പ്രസംഗിച്ചു വരികയാണ്. അന്ന് രാത്രി മല്ലപ്പള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്റ്റ് കൺവെൻഷനിൽ പ്രസംഗിക്കണം. രാവിലെ സമയം തലേ രാത്രിയിലത്തെ പ്രസംഗങ്ങളുടെ ക്ഷീണം കൊണ്ട് അല്പമൊന്ന് ഉറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ്
ബൈക്കിൽ എൻ്റെ വീട്ടിലേക്ക്, വലിയകാവിലാണ് എൻ്റെ വീട്, വലിയകാവിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്തു വരുന്നു. കടവുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈക്ക് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ നേരെ കാണുന്നു ഒരു ലോറി തടി കയറ്റി നിറച്ചുകൊണ്ട് നേരെ വരികയാണ്. വശത്തുകൂടെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയം, ബൈക്ക് കയറിപ്പോകാൻ തുടങ്ങുന്ന സമയം ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. ഒരു തടിക്കഷണം ലോറിയിൽ നിന്ന് ഊർന്നിറങ്ങി എൻ്റെ നെറ്റിക്ക് നേരെ വരുന്നത് പോലെ. ഈ രംഗം ഇന്നും ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു. പെട്ടെന്ന് ആ തടിക്കഷണം ഒഴിഞ്ഞുപോയി. ചുരുക്കി പറയാം, എന്നെ ആലല പോലെ വിറച്ചു. എൻ്റെ ഭാര്യയോട് അവിടെ നിന്ന് ഞാൻ ഫോൺ ചെയ്തു, ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പോൾ അവൾ പറഞ്ഞു, മുണ്ടക്കയം പയ്യ സ്വദേശിയായ ഒരു കർത്തൃദാസൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ഇവിടെ വന്നു. വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി 12:30 ഗാഠമായി ഉറങ്ങുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, പാസ്റ്റർ രാജു മേത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാവിലെ വാഹനയാത്രയിൽ കൊന്നുകളയത്തക്ക വിധം സാത്താന്യ പോരാട്ടം പിൻപിലുണ്ട്. നീ അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള നിയോഗത്താലാണ് ഞാനിവിടെ വന്നതെന്ന് ആ ദൈവഭൃത്യൻ ഫെയ്ത്ത് ഹോമിൻ്റെ തിണ്ണയിൽ കൂടെ നടന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ അനർത്ഥത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ പറയട്ടെ, നാളെ നടത്താൻ നിന്റെ വീടിന് നേരെ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന മരണക്കണികളെ, ഇന്നലകളിൽ മുറിച്ചുവിട്ട രംഗങ്ങൾ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ഒരു ഉടമസ്ഥനുള്ളത് കൊണ്ടും എൻ്റെ നാഥൻ എനിക്കൊരു പദവി തന്നത് കൊണ്ടുമാണ് ജീവനോടെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. കൂടപ്പിറപ്പേ, നീ സാധാരണക്കാരനല്ല, നിനക്ക് ദൈവം പദവി തന്നു നിർത്തിയിരിക്കുന്നു. പദവിയുള്ള അത്തിയാണ് ഈ അത്തി. 2, ഈ അത്തിക്കൊരു ഉടമസ്ഥനുണ്ട്. സ്തോത്രം. കാണുന്നവർക്കെല്ലാം കൈവക്കാൻ അവകാശമില്ല ഈ അത്തിയിൽ. ഈ അത്തിക്കൊരു ഉടമസ്ഥനുണ്ട്. പൈശാചിക ശക്തികൾ എഴുതിവിടുന്ന തീയമ്പുകളെ റദ്ദാക്കിക്കൊണ്ട് വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഉടമസ്ഥന്റെ കരം എൻ്റെ ജീവന്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ അനാഥനല്ല, എൻ്റെ പുറകിലൊരു ഉടമസ്ഥനുണ്ട്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, സ്തോത്രം പറയാൻ കഴിയുമോ? എൻ്റെ പുറകിൽ ഉടമസ്ഥനുണ്ടെന്ന്. എൻ്റെ പുറകിൽ ഉടമസ്ഥനുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നീ കഴുകുമരം ഉണ്ടാക്കിക്കോ, ഡേറ്റ് തയ്യാറാക്കിക്കോ, അതിൻ്റെ ബലം പരിശോധിച്ചോ, പക്ഷേ ഏത് കഴുത്ത് വേണം അതിന്മേൽ കുരുങ്ങാനെന്ന് തീരുമാനിക്കുന്നത് എന്നെ നിർമ്മിച്ചവനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിനക്കെതിരെ മരണത്തിൻ്റെ പദ്ധതികൾ ഒരുക്കി വെച്ചാലും നിന്റെ നാഥൻ അനുവദിക്കാതെ ആ കഴുത്ത് കഴുകുമരത്തിൽ കുരുങ്ങില്ലെന്ന് പറയുന്ന ദൈവമക്കൾ തിരിച്ചു പറയണം, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പോരാ, ഉടമസ്ഥനുള്ള അത്തിയാണ് ഈ അത്തി. ഇനി ഈ അത്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ അത്തിയെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? ഇല വലുതാക്കുക എന്നതല്ല, ഫലം കായ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്തോത്രം അത്തിയെ സംബന്ധിച്ച് പറഞ്ഞ ഈ ഉപമയ്ക്ക് തത്തുല്യമായി മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ആ വാക്യം നിങ്ങളൊന്ന് എടുത്തു വായിക്കണം. മത്തായി സുവിശേഷത്തിലേക്ക് നിങ്ങളൊന്ന് വന്നിട്ട് ദൈവത്തിന് സ്തോത്രം 7-ാം അധ്യായത്തിലേക്ക് വന്ന് ആ വേദഭാഗം 16-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ട ഭാഗമാണ്. വായിച്ചാട്ടെ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും, ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പെറുക്കുമാർ. ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പെറുക്കുമാറില്ലല്ലോ. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു. അടുത്ത വാക്യം. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ശ്രദ്ധിക്കണം, കോടാലി വരുന്നു. ഇന്ന് രാത്രി ഈ സന്ദേശത്തിലെ കാതലായൊരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. കോടാലി വരുന്നു. എന്തിനു നേരെ? കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് കോടാലി വരുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒടുവിൽ അന്തിമ വിധി ദിനം കൈവിടപ്പെടുന്നവരുടെ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അന്ന് കൈവിടപ്പെടുന്ന ആളുകളിൽ നിലവിളി ഉയരും. ആ നിലവിളി ഇതാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അനുഭവത്തിൻ്റെ പ്രതികരണമാണെന്ന് പറയാമായിരുന്നു. എന്നാൽ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം
ഇങ്ങനെ ഒരുത്തൻ ബൈബിൾ കോളേജിൽ പഠിച്ച് BD-യും DD-യും എടുത്ത് സദസ്സിനെ ഇളക്കി മറിച്ച് ഫ്ലക്സുകളിലെല്ലാം ഫോട്ടോയൊക്കെ വന്ന് ഇന്റർനെറ്റുകളിൽ കൂടെയെല്ലാം കയറിയിറങ്ങി സമൂഹത്തിന്റെ കയ്യടി വാങ്ങിച്ച് പ്രഭാഷണ വേദികളെ ഇളക്കി മറിക്കുന്ന കാര്യം ആർക്കറിയത്തില്ല? യേശുവിന് അറിയത്തില്ല. അപ്പൊ എന്റെ ചോദ്യം, യേശുവിന് അറിയാത്ത ആളുകൾ യേശുവിന്റെ പേരിൽ സ്റ്റേജിൽ അത്ഭുത ശുശ്രൂഷകൾ കാണിക്കുമോ? യേശുവിന് അറിയാത്തവർ യേശുവിന്റെ പേരിൽ അത്ഭുതം കാണിക്കുമോ? ഞാനിന്ന് രാത്രി പറയാം, പരസ്യ ജീവിതത്തിന്റെ പ്രകടനത്തെക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി കാണുന്ന കണ്ണുകൾക്ക് മുൻപിൽ പരസ്യ ജീവിതത്തിന്റെ മാന്യതയല്ല, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ മനസ്സിലാക്കണം. എന്റെ നാഥന് വിഷയം രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാ. ദൈവത്തിന് സ്തോത്രം. എന്തിന്? അന്തിമ വിധി ദിനം തള്ളപ്പെടാൻ തുടങ്ങുന്നവർ പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഒരുപോലെ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാം, ഇരിക്കാൻ നേരം കാണുകയില്ല. സ്തോത്രം. പക്ഷേ യേശുവിന് ഇവരെ അറിയത്തേയില്ല. ഞാൻ ഈ രാത്രി ചോദിക്കുന്നു, വരം ആണോ വലുത്, ഫലം ആണോ വലുത്? വരം ഇല്ലെങ്കിൽ കോടാലി വരും എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഫലമില്ലെങ്കിൽ കോടാലി ഉറപ്പാണ്. സ്തോത്രം പറയാൻ കഴിയുമോ? സ്തോത്രം. ഒത്തിരി വരം വെളിപ്പെടുത്തുന്ന ചിലരെ കുറിച്ച് അന്വേഷിച്ച് ചെന്നാൽ പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ല എന്ന വാർത്ത ചിലരുടെയൊക്കെ കൈ കിട്ടിയിട്ടില്ലേ? ഒത്തിരി ഒന്നും വരം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഫലം വെളിപ്പെടുത്തി കറപറ്റാതെ നിത്യതയിൽ എത്തുന്നതാണ് ഭാഗ്യം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, വരത്തേക്കാൾ വലുതാണ് നൈർമല്യതയോടെ നിത്യതയിൽ ഫലം വെളിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ അത്തിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ അത്തിയുടെ ഉത്തരവാദിത്വം? ഫലം പുറപ്പെടുവിക്കുക. സ്തോത്രം. പക്ഷേ ആ ഉത്തരവാദിത്വത്തെ തൃണവൽഗണിച്ച അത്തി ഇല മാത്രം വലുതാക്കി സമയം കഴിയുക. ഞാൻ ചോദിക്കട്ടെ, പ്ലാവിൻ്റെ ഫലമാണ് ചക്ക, മാവിൻ്റെ ഫലമാണ് മാങ്ങ, തെങ്ങിൻ്റെ ഫലമാണ് തേങ്ങ. അങ്ങനെയാണെങ്കിൽ തെങ്ങിനല്ല, പ്രത്യുൽപാദനത്തിനും മറ്റുള്ളവരുടെ ഉപയോഗത്തിനുമാണ്. മാങ്ങ മാവിനല്ല, അടുത്ത ജനറേഷന്റെ ഉൽപാദനത്തിനും മറ്റുള്ളവർക്കുമാണ്. ചക്ക പ്ലാവിനല്ല, അത് അടുത്ത ജനറേഷന് വേണ്ടിയും മറ്റുള്ളവരുടെ ഉപയോഗത്തിനും വേണ്ടിയാ. എന്നാൽ തെങ്ങിന്റെ ഓല തെങ്ങിനാ, പ്ലാവിന്റെ ഇല പ്ലാവിനാ, മാവിന്റെ ഇല മാവിനാ, ഇല വൃക്ഷത്തിനും ഫലം മറ്റുള്ളവർക്കുമാ. അപ്പോൾ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിന്, സുവിശേഷത്തിന്റെ അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ, ദൈവനാമത്തിന് വേണ്ടി ഒരു പരസ്യ സ്ഥലത്ത് കർത്തൃവേലയ്ക്ക് കൈത്താങ്ങൽ നൽകി നീ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. എന്നാൽ ഓർക്കുക, ഈ വൃക്ഷത്തിന് ഇലയുണ്ട് പക്ഷെ ഫലമില്ല. അവനവനാണില, പക്ഷെ ഫലം മറ്റുള്ളവർക്കാണ്. ഉത്തരവാദിത്വം ഫലം കായ്ക്കുക. ഈ പ്രത്യേക സമയം 1-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഇല്ല, ഫലമില്ല. 2-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഇല്ല, ഫലമില്ല. 3-ാം വർഷം ഉടമസ്ഥൻ വന്നു, ഇല്ല, ഫലമില്ല. ഇലയുണ്ടോ എന്നല്ല, ഫലമില്ല. ഉടനെ തോട്ടക്കാരനെ വിളിച്ചുകൊണ്ട് ഉടമസ്ഥൻ പറയുന്നു, വെട്ടിക്കളക, ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം. കോടാലി ഉയരുന്നു, വെട്ടാൻ തയ്യാറെടുക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ജീവനും മരണത്തിനുമിടയിൽ ഓക്സിജൻ ലെവൽ താണ്. മരണത്തെ മുഖാമുഖം കണ്ടരാരെങ്കിലും ഒക്കെ ഇതിനകത്ത് കാണുകയില്ലേ? നിന്റെ ജീവനെ നൂൽപ്പാലത്തിൽ നിന്നും തിരിച്ചു പിടിക്കാൻ നിന്റെ പുറകിൽ വ്യാപരിച്ചത് അന്നേരം ഉപയോഗിച്ച മരുന്നിന്റെ ശക്തിയേക്കാൾ
മരണത്തിന് വിട്ടുകൊടുക്കാതെ അരുമനാഥൻ നിനക്ക് കിളച്ചു വളമിട്ടതാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവവൈതൽ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ആര് കേട്ടാലും കണ്ടാലും അഭിമാനത്തോടെ അപമാനം മാറ്റിവെച്ച് ആരാധിച്ചിട്ട് വിളിച്ചു പറയണം, എനിക്കെതിരെ മരണദൂതന്റെ കരങ്ങൾ ഉയർന്ന് എൻ്റെ കഴുത്തിൽ കോടാലി വീഴാൻ സമയമെടുത്തിട്ടും എന്നെ പിടിച്ചു നിർത്തിയത് 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥതയുടെ കരമുയർന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ജീവന്റെ വചനത്തിന്റെ മുൻപിൽ ഞാൻ ഇരിക്കുന്നത്. ഇതെന്റെ കഴിവല്ല, എനിക്ക് നീട്ടിക്കിട്ടിയ സമയമാണിത്. ഉടമസ്ഥന്റെ മുൻപിൽ തോട്ടക്കാരൻ പറയുന്നു, 1 വർഷം കൂടെ നിൽക്കട്ടെ, 365 ദിവസം കൂടെ, 12 മാസം കൂടെ അനുവദിച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ കോടാലി പുറകെ വരുന്നുണ്ട്. രാത്രി നിയോഗത്തോടെ വിളിച്ചു പറയട്ടെ, അനർത്ഥദൂതന്റെ കരങ്ങൾ ജീവനെതിരെ ഉയരുന്നതിന് മുൻപ് സംഹാരകൻ നിനക്ക് നേരെ കയറി വരാൻ കാത്തു നിൽക്കുന്ന ഈ ഒടുവിലത്തെ സമയം പരിശുദ്ധാത്മ നിയോഗത്തോടെ ഫലം കായ്ക്കാൻ ഒരുങ്ങേണ്ടതിന് ദൈവാത്മാവിൽ രാത്രിയിലെ വ്യക്തികളെ തട്ടി ഉണർത്തുകയാണ്. ആത്മാവിൽ കൊതിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, കർത്താവേ, ഈ രാത്രി ഗ്രൗണ്ട് വിടുന്നതിന് മുൻപ് എന്നെ കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന പദ്ധതിക്കായി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ രാത്രി എത്ര ദിവസം ഈ ഭൂമിയിലുണ്ടോ അത്രയും നാൾ ഫലം കായ്ക്കണം. കർത്താവ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അടുത്തത് നടക്കാൻ തുടങ്ങുന്ന ദുരന്തം ഈ തലമുറ കൊയ്യാൻ പോകുകയാണ്. AD 30 കർത്താവ് ഇത് വിളിച്ചു പറയുമ്പോൾ അടുത്ത 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇത് തകർക്കപ്പെടാൻ തുടങ്ങുകയാണ്. 13,56,000 അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് ടൈറ്റസിന്റെ സൈന്യം യെരുശലേമിലേക്ക് ഇരമ്പിയെടുത്ത് യഹൂദന്റെ ശില്പവൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമായി വെട്ടിത്തിളങ്ങുന്ന കനകക്കൊട്ടാരമായ തങ്കക്കുട കെട്ടിടമായ യെരുശലേം ദൈവാലയത്തെ കത്തിച്ച് ചാമ്പലാക്കി മതിൽക്കെട്ടുകളിലൂടെ ഓടുന്ന ഒരാൾ, സ്തോത്രം, ഒരു സ്ത്രീ ഇറച്ചി വറുക്കുന്നത് കണ്ടുകൊണ്ട് അവളെ തള്ളി മാറ്റി റോമൻ പടയാളി ഇറച്ചി വാരി കഴിക്കാൻ തുടങ്ങുമ്പോൾ നിലത്ത് വീണ ഈ മനുഷ്യൻ ഈ സ്ത്രീ എഴുന്നേറ്റ് വന്നിട്ട് ഒരു കാര്യം കണ്ടിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞ് പടയാളികളെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിന്റെ മൂലയിൽ അടച്ചു വച്ചിരിക്കുന്ന ഒരു പാത്രത്തിന്റെ മേൽമൂടി മാറ്റി കാണിച്ചപ്പോ പടയാളികൾ ഞെട്ടി തകർന്നു പോയി. 2 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചോമനയുടെ ശരീരം കഴുത്ത് ഞെക്കി കൊന്നതിന് ശേഷം പെറ്റ തള്ള തുടയുടെ ഭാഗം മാംസം വാർന്നെടുത്ത് വറക്കുകയാണ്. അവൾ പറഞ്ഞ വാക്കുകൾ, എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞേ നീ വാ, നീ എനിക്ക് ആഹാരമായിരിക്കെന്ന് പറഞ്ഞ് ഞാനതിനെ കൊന്നു. അതാണ് ഈ വറക്കുന്ന മാംസം, ഇനിയും നിങ്ങൾ തിന്നുകൊള്ളുക എന്ന് പറഞ്ഞ് മോഹാത്സ്യപ്പെട്ട് തറയിൽ വീണു. ശത്രു നിന്നെ ഞെരിക്കുന്ന ഞെരുക്കത്തിലും തിരോധനത്തിലും നിന്റെ ഗർഭഫലമായി ദൈവമായ കർത്താവ് നിനക്ക് തന്ന കുഞ്ഞുങ്ങളുടെ മാംസം നീ തിന്നേണ്ടി വരുമെന്ന് എഴുതി വെച്ച കറുത്ത അധ്യായങ്ങൾ ഒരുപോലെ ഇവരുടെ മേൽ അരങ്ങ് തകർക്കുമ്പോൾ, ഒരു ജനത മുഴുവൻ കത്തിത്തീരുമ്പോൾ ഇതിന്റെ പുറകിൽ ഉയർന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരം കോടാലി പതിച്ചതാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അനർത്ഥം മാറി എന്ന് വിചാരിക്കരുത്. വലിയത് ചിലത് പുറകെ വരുന്നുണ്ട്. എന്ന ലഭ്യമായ ഇടവേളയിൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറുള്ള ചില വ്യക്തികൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുമെങ്കിൽ അനർത്ഥം ചില വ്യക്തികൾ വഴിമാറും. പരിശുദ്ധാത്മാവ് പറയുന്നു, സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. മറക്കരുത്, അനർത്ഥദൂതൻ പുറകെയുണ്ട്. ഒന്ന് കരമുയർത്തിപ്പിടിക്കാമോ? 1 നിമിഷം ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? 1 നിമിഷം ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അനർത്ഥത്തിൻ്റെ കരങ്ങൾ എൻ്റെ നേരെ ഉയരുന്നതിന് മുൻപ് എൻ്റെ ജീവനെ നിൻ്റെ കരങ്ങളിൽ തരുന്നു നാഥ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുടെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് ഒന്ന് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞ് ശബ്ദമുയർത്തി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ജീവൻ പുസ്തകത്തിൻ്റെ പേജുകൾ ഇന്ന് രാത്രി
സ്വർഗത്തിൽ തുറന്നിരിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നടക്കാൻ തുടങ്ങുകയാണ്. പൈശാചിക ശക്തികൾ ചില പ്രിയപ്പെട്ടവരുടെ മേൽ മുഖം വെച്ച് ആത്മീയ വിഷയത്തിന്റെ ഉൾക്കാഴ്ചകൾ തകർത്ത് ഇരുട്ടിന്റെ ബന്ധനങ്ങളാൽ കണ്ണുകെട്ടി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇന്ന് രാത്രി ഗോസ്പൽ മിഷന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാത്താൻ ചില വ്യക്തികളുടെ മേൽ വെച്ചിരിക്കുന്ന നുകക്കഴികളെ ദൈവം ഉടച്ചു മാറ്റിയിട്ട് ചില പ്രിയപ്പെട്ടവരെ ദൈവം ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരത്തക്ക വിധം ദൈവകരം ഉയരുന്ന രാത്രിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവ തേജസ്സിന്റെ തീയുടെ വ്യാപാരം, സീനായിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ അഗ്നിയുടെ വ്യാപാരം, മുൾപ്പടപ്പിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്സിന്റെ ജ്വാലയുടെ പ്രവൃത്തി, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെളിപ്പെട്ട ദൈവ തേജസ്സിന്റെ ചലനം ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ കണ്ണുകെട്ടി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ച് ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുന്ന വ്യക്തികളുടെ ബന്ധനങ്ങളെ ആത്മമണ്ഡലത്തിൽ തകർത്തെറിഞ്ഞിട്ട് ദൈവാത്മാവിൽ രാത്രി ഈ ചാമ്പൽ കൂമ്പാരത്തിനകത്ത് നിന്ന് ചില വ്യക്തികളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു. ചിലരുടെ നാവിൽ കൃപാവരങ്ങളുടെ ചൈതന്യം എൻ്റെ ദൈവം വ്യാപരിപ്പിക്കുന്നു. ചില അധരങ്ങളിൽ ആത്മവ്യാപാരത്തിന്റെ ചൈതന്യം എൻ്റെ ദൈവം പകരുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില അനർത്ഥങ്ങൾ ചില വ്യക്തികൾക്ക് നേരെ വരുന്നത് കാണാൻ ചില കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അനർത്ഥങ്ങൾ വരുന്നതിന് മുൻപ് അനുതപിക്കാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു വായ്പ പോലും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. ഇന്ന് രാത്രി ഒരു വായ്പ പോലും അടഞ്ഞിരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവാണ് ഈ യോഗത്തിന്റെ കടിഞ്ഞാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കർത്താവിന്റെ കരമാണ് ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കൈവെക്കാതെ ചില രോഗികൾ സൗഖ്യമാകത്തക്ക വിധം ഈ ഗ്രൗണ്ടിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കുകയാണ്. ചില അനർത്ഥദൂതന്റെ കരങ്ങളെ കർത്താവ് ഇതിനകത്ത് അഴിച്ചു മാറ്റാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുൻപ് ചില വ്യക്തികളുടെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കാൻ തുടങ്ങുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി പ്രാർത്ഥന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയം തോൽക്കൊലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ്സ് അവിടുന്ന് 27 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്തൊരു ദൂതനെ അയച്ചെന്റെ ദൈവം കൈമാറ്റം ചെയ്തിട്ട് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന കടൽ മുക്കുവനായ പത്രോസിനെയും പട്ടാള മേധാവിയായ കൊർന്നല്യോസിനെയും തമ്മിൽ അഡ്രസ് കൊടുത്ത് ബന്ധിപ്പിച്ചതുപോലെ ഈ രാത്രി ചില വിഷയങ്ങൾക്ക് നടുവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് എൻ്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയാതീതമായി വെളിപ്പെട്ടിട്ട് മാനുഷിക കരം തൊടാതെ ചില ദൈവപ്രവൃത്തിയുടെ അഡ്രസ് കൈമാറ്റങ്ങൾ നിനക്ക് വേണ്ടി നടത്താൻ എൻ്റെ ദൈവത്തിന്റെ കരം ഉയരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ആത്മമണ്ഡലം ഈ രാത്രി എനിക്കായി തുറക്കുകയാണ്. അനർത്ഥത്തിന്റെ കരങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറുകയാണ്. ചില അപകടങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റാൻ ഇന്ന് രാത്രി കരം ഉയർത്തുകയാണ്. ഈ രാത്രി പറയട്ടെ, ചില അനർത്ഥ ദൂതന്റെ കരങ്ങൾ എതിരെ വരുന്ന മുന്നറിയിപ്പ് ദൈവാത്മാവ് തന്നിരിക്കുമ്പോൾ കവണ വീഴാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയണം, ഇടയ്ക്കൊരു തോട്ടക്കാരൻ നിൽക്കുന്നു. അവൻ പറയുന്നു, ഞാനിതിന് കിളച്ചൊന്ന് വളമിടട്ടെ, 1 വർഷം കൂടെ പിടിച്ചു നിൽക്കൂ. ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. ആ ഷുഗർ അധികരിച്ചിപ്പോൾ എത്രയുണ്ട്? ഡയാലിസിസ് തുടങ്ങത്തക്ക വിധം ക്രിയാറ്റിൻ ലെവൽ ഉയർന്ന് നിന്നിൽ ഡയാലിസിസ് ആരംഭിക്കേണ്ട സമയമാകത്തക്ക വിധം വ്യതിയാനങ്ങൾ വന്നതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഡയാലിസിസ് തുടങ്ങിയില്ല? കഴിഞ്ഞ വർഷം നീ മരണത്തെ മുഖാമുഖം കണ്ടതല്ലേ? എന്തുകൊണ്ട് ഡയാലിസിസ് തുടങ്ങിയില്ല? എൻ്റെ ദൈവം കിളച്ചു വളമിടുകയായിരുന്നു. വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനം നിലയ്ക്കത്തക്ക വിധം ശരീരം ആബാധ ചൂടം വിറച്ച് വിയർത്തതല്ലേ? ഹോസ്പിറ്റലിൽ എത്തി, സമയത്ത് സ്റ്റെന്റ് ഇട്ടു, ശരിയാണ്. പക്ഷെ മരണത്തിന്റെ തണുത്ത കരങ്ങൾ തലോടാൻ അനുവദിക്കാഞ്ഞത് നിന്റെ കരുത്തുകൊണ്ടല്ല, പ്രതിരോധ മരുന്നിന്റെ കഴിവ് കൊണ്ടല്ല. എൻ്റെ ദൈവം മരണത്തെ പിടിച്ചു മാറ്റിയത് നിനക്ക് ദൈവം കിളച്ചു വളമിട്ടതാണ്.
ആ ബയോപ്സി റിപ്പോർട്ടിന് പോയപ്പോ ഓർത്തില്ലേ എല്ലാം കഴിഞ്ഞെന്ന്. എന്നാൽ റിപ്പോർട്ട് വന്നപ്പോ ക്യാൻസർ അല്ലാതിരുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല. എൻ്റെ ദൈവം അനർത്ഥദൂതന്റെ കരത്തെ ഒഴിച്ചു മാറ്റിയത് നിന്റെ കഴിവിനാലല്ല, എൻ്റെ ദൈവം കിളച്ച് വളമിട്ടതാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം. ആ ആക്സിഡന്റിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, ആ ക്യാൻസർ വഴിമാറിയത്, ആ കീമോതെറാപ്പി എടുത്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അടുത്ത ക്യാൻസറിന്റെ വരവ് അനുവദിക്കപ്പെട്ട ആ ഷുഗർ രോഗം അധികരിച്ചിട്ടും ആ കിഡ്നിയെ തകർക്കാഞ്ഞത്, ജീവനോടെ ഇന്ന് രാത്രി യോഗത്തിലിരുന്ന് സ്തോത്രം ചെയ്യാൻ നിന്റെ സിരകൾക്ക് ദൈവം ബലം തന്നത് നിന്റെ പിതാക്കന്മാർക്കുള്ള ദീർഘായുസിന്റെ ഭാഗമല്ല. എൻ്റെ ദൈവം മരണം തൊട്ടടുത്തെത്തിയിട്ടും പിടിക്കാൻ അനുവദിക്കാതെ അവിടുന്ന് കിളച്ച് വളമിട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി പറയണം, എൻ്റെ കരുത്തല്ല, അവിടുന്ന് എനിക്ക് കിളച്ച് വളമിട്ടതാ. അക്കാരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയർത്തി എത്ര പേർ പറയും? കേട്ടോ സഹോദര, നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകം അല്ല നീ. നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല നീ. നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ കേവലം പുഷ്പക്കൊടി മാത്രമാ. പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ടെടുക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ലെങ്കിൽ പിണമായി പിടഞ്ഞു വീഴും എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, എൻ്റെ കഴിവല്ല നിന്റെ കൃപയാണെന്ന് പറയത്തക്ക വിധം ഈ രാത്രി ശബ്ദമുയരുമെങ്കിൽ നീ രാത്രി പറയും, എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ഒരുവൻ എനിക്ക് കിളച്ച് വളമിട്ടതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മേരി ജോൺ തോട്ടം കുറിച്ചില്ലേ? പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞ് പഞ്ചഭൂതമായി അഴുകിമാറി ജഡം ക്രമാൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം പോകണം. അത് യാതൊരു ഇടപാടുകളും ഫലിക്കില്ല കേട്ടോ. വൈദ്യശാസ്ത്രത്തിനോ മെഡിക്കൽ സയൻസിനോ ഓപ്പറേഷൻ വിദഗ്ധന്മാർക്കോ ജീവനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ നിന്നെ മൂടാൻ അടുത്തു വന്നപ്പോഴും അതിനെ തട്ടി മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആരോഗ്യത്തോടെ ഇറങ്ങി ഈ രാത്രി യോഗത്തിലിരിക്കുമ്പോൾ നിന്റെ കരുത്തല്ല, എൻ്റെ പുറകിൽ കിളച്ച് വളമിടാൻ ഒരുത്തൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറ, കർത്താവേ, എൻ്റെ കഴിവ് കൊണ്ടല്ല, നീ എനിക്ക് കിളച്ച് വളമിട്ടത് കൊണ്ടാ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യൂണിയൻ കാർബൈഡ് വാതക ചോർച്ച, ഭോപ്പാൽ വിഷവാതക ദുരന്തം, എത്രയോ ആയിരങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, തലേ രാത്രി കട്ടിലേൽ ഉറങ്ങാൻ കയറിയപ്പോഴേ മോടെ കല്യാണം, മോന്റെ വീട് വെപ്പ്, അടുത്ത വസ്തുവിന്റെ അതിരുകെട്ട്, 2 ഏക്കറൂടെ വാങ്ങിക്കൽ, ബിസിനസ് തുടങ്ങൽ, 1000 സങ്കല്പത്തോടുകൂടെ അല്ലേ കട്ടിലേ കയറിയത്. പക്ഷെ രാവിലെ ഉണർന്നില്ല കേട്ടോ. 94 സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിലെ ലത്തൂറിലുണ്ടായ ഭൂകമ്പത്തിൽ 10,000 മണ്ണിലേക്ക് മറഞ്ഞപ്പോ തലേ രാത്രി എത്ര പ്രതീക്ഷയോടെ ഉറങ്ങാൻ കയറിയത്. ഞാനിന്ന് രാത്രി പറയാം, ഇവിടൊക്കെ അവരുടെ കഴിവല്ല, ആയുസ് പ്രതീക്ഷിക്കാത്തപ്പോ മുറിഞ്ഞുപോയി. ഞാനിന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, കിളച്ചു വളമിടാൻ ഒരു കരം ജീവന്റെ പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാ ഈ കൺവെൻഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയണം, നീ എനിക്ക് കിളച്ച് വളമിട്ടത് കൊണ്ടാ ഇന്ന് രാത്രി ഞാനിവിടെ ഇരിക്കുന്നത്. എന്നാൽ ഈ അത്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരായുസുണ്ട്. അത്തിയുടെ പദവിയെക്കുറിച്ച് നാം ചിന്തിച്ചു, അത്തിയുടെ സ്ഥാനത്തെക്കുറിച്ച് നാം ചിന്തിച്ചു, അത്തിയുടെ ഉടമസ്ഥതയെക്കുറിച്ച് ചിന്തിച്ചു, അത്തിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിച്ചു, അത്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷയെക്കുറിച്ച് ചിന്തിച്ചു. ഇനി അത്തിയുടെ ആയുസ് അവസാനിപ്പിക്കും മുൻപ് ഒടുവിൽ പറയുന്നു, അത്തിയുടെ ആയുസ്. എത്ര നാളുണ്ട് ആയുസ്? ഒരിക്കൽ ഒരു സയൻസ് മ്യൂസിയം കാണാൻ പോയ ആൾ ഈ സയൻസ് മ്യൂസിയത്തിൽ ഒരു സ്കെലിറ്റന്റെ മുൻപിൽ നിന്ന് ചിന്തിക്കുക. അദ്ദേഹം ഇങ്ങനെ പാടിയെന്നാണ് പറയുന്നത്, തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പൊറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായോ.
എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാവനയ്ക്ക് ചിറക് വെക്കുക. അയാൾ ആ കള്ളിലേക്ക്, ആ തലയോടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ആണായിരുന്നോ പെണ്ണായിരുന്നോ, തൊലി വെളുത്തതായിരുന്നോ കറുത്തതായിരുന്നോ, വലിയ കുടുംബത്തിൽ പറഞ്ഞതാണോ താണ കുടുംബത്തിൽ പറഞ്ഞതാണോ, എത്ര ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, ഷേപ്പ് എന്തായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ശ്വാസം പോയാൽ മണിക്കൂറുകൾക്കുള്ളിൽ പുഴുവരിക്കുന്ന ഒരു പിണമാണ് എന്ന് തിരിച്ചറിയാൻ കണ്ണു തുറന്നാൽ ആയുസ്സിന് ദൈവം തന്ന ദൈർഘ്യം അവിടുന്ന് അനുവദിച്ചിടത്തോളമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നെങ്കിൽ രാത്രി വിളിച്ചു പറയണം, എൻ്റെ ആയുസ്സിനെ നിന്റെ കൈകളിൽ തരികയാണെന്ന്. മൂടി എന്ന കർത്തൃദാസൻ ഒരിക്കൽ പ്രഭാത സവാരിക്ക് വേണ്ടി യാത്ര ചെയ്ത് ഒരു വശത്തുകൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കുതിരപ്പുറത്ത് കയറി ഓടിച്ചു വരുന്നു. തനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി മോഡി ഉപദേശിയാണെന്ന്. അടുക്കിലേക്ക് നിർത്തിയിട്ട് ചോദിച്ചു, മോഡി ഉപദേശിയാണോ? ആന്നു. നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് പറയാമോ? അപ്പോൾ ഉപദേശി പറഞ്ഞു, കുഞ്ഞെ, ഞാൻ സ്വർഗത്തിൽ പോകുന്ന വഴിയെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അല്ല, എനിക്ക് നരകത്തിൽ പോകുന്ന വഴി അറിഞ്ഞാൽ മതി. ഉടനെ മോഡി ഉപദേശി പറഞ്ഞെന്നാ പറയുന്നേ. അങ്ങനാണെങ്കിൽ ഈ പോകുന്ന പോക്കങ്ങ് പോയാൽ മതി, അധികം താമസിക്കാതെ അങ്ങ് ചെല്ലും. സ്തോത്രം. എന്തിന്? അദ്ദേഹം ഒരു കയറ്റം കയറി ഇറങ്ങി വരുമ്പോൾ ഒരു കുതിര ഒരു വലിയ കൊക്കയിലേക്ക് വീണ് കിടക്കുകയും അതിനടിയിൽപ്പെട്ട് മരിച്ചുപോയ മനുഷ്യൻ്റെ മൃതശരീരം ഉയർത്താൻ നാട്ടുകാർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓടി ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ കുതിരയുടെ അടിയിൽപ്പെട്ട് കിടക്കുന്ന ചതഞ്ഞരഞ്ഞ ഡെഡ് ബോഡി മറ്റാരുടേതുമല്ല, നരകത്തിലോട്ട് വഴി ചോദിച്ചവൻ്റേതാണ്. മോഡി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചെറുപ്പക്കാരാ, സ്വർഗത്തിലോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ ഞാൻ കൊതിച്ചു. നിനക്ക് നരകത്തിലേക്കുള്ള വഴി മതിയായിരുന്നു. ഇത്ര പെട്ടെന്ന് നീ അവിടെ എത്തും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ യോഗം പിരിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. അതിനു മുൻപ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കോടാലി വരുന്നതിന് മുൻപ് ഫലം കായ്ക്കാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പറയാൻ സമർപ്പണമുള്ള എത്ര പേരുണ്ട്? ആ കരങ്ങൾ കർത്താവിൽ ഉയരട്ടെ. ശബ്ദമൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആ കരങ്ങൾ ഉയർത്തിയവർ ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഗ്ലോറി. ഇന്ന് രാത്രി ദൈവശക്തിയുടെ കനത്ത വ്യാപാരം നിങ്ങളുടെ ശിരസിന്മേൽ വ്യാപരിക്കുകയാണ്. ഞാൻ കാണുന്നു, സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചില ക്രിയകൾ ഈ ഗ്രൗണ്ടിൽ നടത്താൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളെ കഴുകാൻ അവിടുത്തെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കരമുയർത്തിയ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും എത്രത്തോളം കർത്തൃസന്നിധിയിൽ ഉയർത്താമോ അത്രത്തോളം ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ലജ്ജ കൂടാതെ വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിലൊന്ന് തയ്യാറാകാമോ? ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടത്ത് നിൽക്കുന്നവരെ എന്ത് വിചാരിക്കുമെന്നോ പുറകിൽ നിൽക്കുന്നവരെ എന്ത് ഓർക്കുമെന്നോ ഒക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ആ അഭിമാനത്തിൻ്റെ മുഖം മൂടി അങ്ങ് വലിച്ചു മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ആ കരങ്ങൾ കർത്താവിങ്കിലൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ പറ്റുമോ? ഗ്ലോറി. രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. സ്വർഗത്തിന്റെ സാന്നിധ്യം ഈ യോഗത്തിന്റെ മീതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ കോവിഡിന്റെ വേരിയേഷനാണ് വരാൻ തുടങ്ങുന്നത് അറിയില്ല. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാ തുറന്ന്, കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച മഹാവ്യാധിയുടെ ദുരന്തം എൻ്റെ ജീവനെ എടുക്കാൻ എന്നോട് അടുത്തപ്പോൾ അവിടുന്ന് എനിക്ക് കിളച്ച് വളമിട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഇനിയുമുള്ള ശിഷ്ടയായുസിന്റെ ദിവസങ്ങൾ അവിടുന്ന് എനിക്ക് അനുവദിക്കുന്ന സമയങ്ങൾ മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കാൻ, അങ്ങ് ആ കരമുയർത്തി പറഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കാൻ. ഓ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളോട് ഇടപെടുകയാണ്. പിടിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ കൺമുൻപിൽ ആഗതമാകുന്നതിന് മുൻപ് ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ കരമുയർത്തിക്കൊണ്ട് എൻ്റെ ജീവനെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്.
പറയുകയാണ്, ഫലം പുറപ്പെടുവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ കഴുകണമേ കർത്താവേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുത്തു വരികയാണ്. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ചില വ്യക്തികളെ ആത്മമണ്ഡലത്തിൽ തൊടുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ ചില പ്രിയപ്പെട്ടവരുടെ മേൽ വെച്ചിരിക്കുന്ന സാധാന്യ മുഖങ്ങളെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ചില അനർത്ഥങ്ങൾ വഴിമാറത്തക്ക വിധം ദൈവകരം ഉയരാൻ ശ്രമിക്കുന്നു. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് തുറന്നു പറ, ഫലം കായ്ക്കാൻ കോടാലി വീഴും മുൻപ് എന്നെ ഞാൻ കൈമാറുകയാണ്. ഗ്ലോറി ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ, ദൈവത്തിന് സ്തോത്രം, ശുദ്ധമാക്കിയിടുക നീ രക്ഷക, തുറന്ന ചങ്കിലെ ചോരയാലെ എന്നെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ. ആ രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനനമൊഴുക്കിക്കൊണ്ട് ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടെരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി ഗോൽഗോഥയിലേക്ക് നടന്ന് കയറുന്ന യേശുവിനെ ഇന്ന് രാത്രി കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിൽപ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് വാ തുറന്ന് വിളിച്ചു പറയണം, ഓ കരങ്ങളിൽ ഒന്നുമില്ലാത്തവനാണ് ഞാൻ, നിഷ്കളങ്കതയോടെ അതാ ഞാൻ വരികയാണ്, എൻ്റെ കൈകൾ ശൂന്യമാണ് നാഥ. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ എൻ്റെ കൈകൾ ശൂന്യമാണ് നാഥ, ഞാൻ ക്രൂശിനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്, എൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതാണ്, അങ്ങയുടെ നീതിയിൽ വസ്ത്രം എനിക്ക് തരണം, ഞാൻ മ്ലേച്ഛനാണ്, ഞാൻ അങ്ങയുടെ ക്രൂശിന്റെ ചുവട്ടിലെത്തുകയാണ്, ഞാൻ നാറുന്ന വസ്ത്രം ധരിച്ചവനാണ്, കൃപയുടെ ഉറവയിൽ നിന്ന് എന്നെ കഴുകണമേ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ. ജീവമന്നയേകി പുതുക്കത്തോടെ
ഹൃദയം ആ നെഞ്ചിലേക്കൊന്ന് വെച്ച്, കർത്താവേ, ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ വരികയാണ്. മരണദൂതന്റെ കരം എന്റെ അടുക്കൽ എത്തിയതാണ്. ഇരുളിന്റെ ശക്തികൾ എന്റെ ജീവന്റെ മേൽ ആധിപത്യം പുലർത്തിയതാണ്. ശവസംസ്കാരത്തിന്റെ സമയം എന്റെ കൺമുൻപിൽ അടുത്തതാണ്. അനർത്ഥം എന്റെ കൺമുൻപിൽ വന്നതാണ്. എന്റെ ശ്വാസഗതി നിലയ്ക്കാൻ അവസരം അടുത്തതാണ്. എന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ കിളച്ചു വളമിട്ടത് കൊണ്ടാണ് ഞാൻ ഈ രാത്രിയോഗത്തിൽ നിൽക്കുന്നത്. എന്നെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. എന്റെ ജീവൻ അവൻ കിളച്ചു വളമിട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി നിൽക്കുന്നത്. എനിക്ക് പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാണ്. ഓടിച്ചു പോകുന്ന വാഹനത്തിന്റെ മുൻപിൽ പോലീസ് അധികാരികൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത് പോലെ എന്റെ കൂടപ്പിറപ്പേ, നിന്റെ ജീവിതയാത്രയ്ക്ക് മുൻപിൽ സർവശക്തന്റെ സ്റ്റോപ്പ് സിഗ്നലാണ് ഈ കൺവെൻഷന്റെ സന്ദേശം. അടുത്ത അനർത്ഥം ജീവിതത്തെ മൂടുന്നതിന് മുൻപ് ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുക. ആ ഉയർന്ന കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തേജസ്സിന്റെ കരം നിങ്ങളുടെ മേൽ വയ്ക്കും. ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ അടയാളത്തോടെ സംഭവിക്കും. ക്രൂശിന്റെ കരം, ആ വിടുതലിന്റെ ശക്തി നിങ്ങൾക്കായി വ്യാപരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പാതാള ശക്തികളുടെ തലയെ കാൽവറിയിൽ തകർത്ത ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരന്റെ നാമത്തിൽ ഈ ഉയർന്ന കരങ്ങളുടെ മേൽ ദ്രവത്വമില്ലാത്ത കരം തേജസ്സോടെ വ്യാപരിക്കട്ടെ. നിയമരക്തത്തിന്റെ വിടുതൽ ഈ കരങ്ങൾക്കായി സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ഇന്ന് രാത്രി ഗൗരവത്തോടെ ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഈ സമാപന സമയം കുറിക്കണം. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അത്തി, പദവിയുള്ള അത്തി, സ്ഥാനമുള്ള അത്തി, ഉടമസ്ഥനുള്ള അത്തി, ഉത്തരവാദിത്വമുള്ള അത്തി, പ്രതീക്ഷയുള്ള അത്തി, കിളച്ചു വളമിടപ്പെട്ട അത്തി, ഉടമസ്ഥൻ ദിവസങ്ങൾ എണ്ണി ആയുസ് അനുവദിച്ചിരിക്കുന്ന അത്തി. ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. കൊറോണ കാലം അവസാനിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടു വിചാരിക്കരുത്. കോടാലി പുറകെ എത്തുന്നതിന് മുൻപ് ഫലം കായ്ക്കാൻ ഒരുങ്ങുക. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ച് പരിശുദ്ധാത്മ ഇടപെട്ട ദൂതിന് മുൻപിൽ സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്ത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മറക്കരുത്, മാനസാന്തരത്തിന് ദൈവം കരുണയുടെ ദിവസങ്ങൾ അനുവദിച്ചതാണ് ഈ പ്രതികൂലങ്ങൾ അല്പം ഒഴിഞ്ഞു മാറിയത്. ഇതിലും വലിയത് തൊട്ട് പുറകെ വരുന്നു. സമയം, അനുവദിച്ച സമയം മാനസാന്തരത്തിന് പ്രയോജനപ്പെടുത്തുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.